അങ്ങനെ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ പള്ളിയിലുള്ള ഒരാളോട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മത നേതാവിനോട് പറഞ്ഞാൽ ഇത്ര വോട്ട് കറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ള കാര്യം അത് രാഷ്ട്രീയക്കാരും കണ്ടുപിടിച്ചു. അവരാദ്യമൊക്കെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെ എല്ലായിടവും നിർത്തുമായിരുന്നു. തുടക്കത്തിലൊക്കെ അങ്ങനെയായിരുന്നു. ഭരണഘടന ഉണ്ടായി ആ സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ട് പിന്നാലെ. പിന്നീടാണ് ജയിക്കാതെ രക്ഷയില്ല, ഒരു വോട്ടിനെങ്കിലും ജയിക്കണം. അപ്പോൾ അതിന് ആൾക്കാർക്ക് രാഷ്ട്രീയമായ യാതൊരു ധാരണയും ഉണ്ടായിട്ടില്ല, അതെങ്ങും പഠിപ്പിക്കുന്നുമില്ല. ആദ്യത്തെ ആ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഉണ്ടായിരിക്കുന്ന പറയുന്നത് ഒന്ന് രണ്ട് ചെറിയ പോക്കറ്റ്. ഇപ്പോൾ നമ്മൾ കേരളത്തിലൊക്കെയാണ് അല്പമെങ്കിലും ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമെന്നോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും സാമൂഹികമായ സമരം ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉണ്ടായിരുന്നു. അവിടെ എവിടെയും പോക്കറ്റുകളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലും പഴയതുപോലെ എന്ന് പറഞ്ഞാൽ 2000 കൊല്ലം മുമ്പ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പോലെയാണ് അതെല്ലാം നടന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ബ്ലോക്കായിട്ട് വോട്ട് ആളുകൾ സൂക്ഷിക്കുന്നിടത്തായി. അത് വെച്ചിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് അവർ ഡയലോഗ് നടത്തി അങ്ങനത്തെ നമ്മുടെ ആൾക്കാർക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യം, നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നവർക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മളെല്ലാം പിന്നെ പഠിച്ചത്. അപ്പോൾ നമുക്ക് അറിയുന്നവർ, നമുക്ക് പരിചയമുള്ളവർ, നമ്മുടെ ജാതിക്കാർ, നമ്മുടെ മതക്കാർ, നമ്മുടെ ഭാഷക്കാർ, നമ്മുടെ നാട്ടുകാർ എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പുകളുമായിട്ട് റെപ്രസെൻറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് പിന്നെ ഇലക്ഷൻ ജയിക്കുന്നത്. അതിൻ്റെ അറ്റത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ശാസ്ത്രീയ ചിന്തയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും അതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വികാസം വരുന്നൊരു ഇതിൽ എന്നെങ്കിലും നമ്മളുടെ ആൾക്കാർ എന്ന് പറയുന്ന ഈ മതഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഗോത്ര ഗ്രൂപ്പുകൾ അത് നാളെ ഇല്ലാതാകും, നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ വികാസത്തിൽ അതിനാണ് ഞാൻ ഈ വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് സാറേ എന്നെ കാണുന്നത്? അതാണ് പറയാനിരിക്കുന്നത്. അതെ, എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ പറയുന്ന പറഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് സ്കൂളാണ് നമുക്കുണ്ടാകാതെ പോയത്. നമുക്കിതുവരെ വിദ്യാഭ്യാസം ആരംഭിച്ചിട്ടില്ല. ഇപ്പം നടക്കുന്ന വിദ്യാഭ്യാസമായിട്ട് ഒരു ബന്ധമില്ല. ഇപ്പം നടക്കുന്ന ജോലി റോക്കറ്റ് വിടുമ്പോഴും നമ്മളിപ്പോൾ ഇത് നോക്കുന്നുണ്ടല്ലോ. അല്ല, അത് തന്നെ റോക്കറ്റ് വിടുക എന്ന് പറയുന്ന ജോലിക്കാരെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാതല്ല. അല്ല, സമയം നമ്മൾ നിശ്ചയിക്കുന്നു, ഗണിച്ചെടുക്കുന്നു. അല്ലല്ല, അതൊക്കെ വേറെ അങ്ങനെ പറയാതെ ആ വിഷയങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനത് മനസ്സിലാകത്തേയില്ല. നിങ്ങളുടെ വീട്ടിലൊക്കെ നിങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്ത് വിദ്യാഭ്യാസമുള്ളത്? അതുകൊണ്ടാണത് ആരുടെയെങ്കിലും കുറ്റമൊന്നുമല്ലത്. മലയാള ഭാഷ സംസാരിക്കുന്ന പോലെയാണ് നമ്മളൊരു മതത്തിൽ വിശ്വസിക്കുന്നത്. ആ വീട്ടിൽ ജനിച്ചത് കാരണം കൊണ്ട് നമ്മൾ ആ മതക്കാരായി പോയെന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ ഒരു ജാതിയോട് ഐഡൻറ്റിഫൈ ചെയ്ത് നിൽക്കുന്നുള്ളതല്ലാതെ നമുക്ക് എന്ത് ചോയ്സായിരുന്നു ഉണ്ടായിരുന്നത്? അല്ല, നല്ല മലയാളമായതുകൊണ്ടാണോ നമ്മളെല്ലാവരും സംസാരിക്കുന്ന മലയാള ഭാഷ? അങ്ങനെ സംഭവം നടന്നിട്ടില്ല. അതങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ ജനിച്ചത് കൊണ്ട് അങ്ങനെ ആയവരാണ്. ജനിച്ചത് കൊണ്ട് മലയാളിയായി, അതുപോലെ തന്നെ ജനിച്ചത് കൊണ്ട് മുസ്ലിമായി, ജനിച്ചതുകൊണ്ട് ക്രിസ്ത്യാനിയായി, ജനിച്ചതുകൊണ്ട് ഈ ഹിന്ദു എന്ന് പറയാനൊക്കത്തില്ല, നായരോ ഈഴവനോ ഒക്കെ ആകും എന്നുള്ളതല്ലാതെ മതവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിനകത്തൂടെ വന്നതല്ല, ഭാഷ വരുന്ന പോലെ. അതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കുന്നത്. ഇതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ അത് സംഭവിക്കും. അത് നടന്നിട്ടേ ഇല്ല. നമ്മുടെ അവിടെ നാരായണഗുരു സർവ്വമത സമ്മേളനം നടത്തിയിട്ടുണ്ട്. അവിടെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അതാണ് ഏറ്റവും പുരോഗമനപരമായിട്ടുള്ള കാര്യമായിട്ട് ഇപ്പോഴും ആളുകൾ വിചാരിക്കുന്നത്. നമ്മൾ വെറുതെ നോക്കിയാൽ മതി, എല്ലാ ദൈവങ്ങളെയും വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നതാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നാരായണഗുരു ചെയ്ത 1920 ഓർക്കണം ആ സമ്മേളനമൊക്കെ നടത്തിയത്. അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ വന്നിട്ടേ ഇല്ല. ഭരണഘടന ഉണ്ടായെന്നുള്ള കാര്യം ആരും അറിഞ്ഞിട്ടില്ല. ഭരണഘടന ഉണ്ടായ കാര്യം അറിഞ്ഞിട്ടില്ലാത്ത ജനതയാണ് നമ്മൾ. കോടതിക്കകത്തൊക്കെ ചെല്ലുമ്പോഴാണ്, കോടതിയിലിരിക്കുന്നവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഭരണഘടനയ്ക്കകത്ത് അനുസരിച്ചിട്ടാണ് അത് അവർ ചിന്തിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നിയമം എടുത്ത് നോക്കുമ്പോൾ അവർ വിചാരിക്കുന്നില്ല, അവിടെ ഇരുന്ന് വിധിക്കുന്നവരാരും ആ ഭരണഘടനയുടെ ഒരു സ്പിരിറ്റുള്ളവരല്ലേ. അതുകൊണ്ട് അവർ ഇതിനകത്തൊക്കെ സൂത്രമായിട്ട് ഈ അവരുടെ വിശ്വാസങ്ങളൊക്കെ എഴുതി വയ്ക്കും. വിധികളൊക്കെ സൂക്ഷിച്ച് നോക്കിയാൽ മതി. പക്ഷെ അവിടെ ഒരു 10 ജഡ്ജിമാരെ എടുത്ത 1-2 പേരായിരിക്കും ഭരണഘടന ശരിക്കും മനസ്സിലാക്കി കോട്ട് ചെയ്ത് പറയുകയും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പുതിയ വിധികളൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ വി.ആർ. കൃഷ്ണയ്യരൊക്കെ അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അപ്പം അങ്ങനത്തെ ആളുകൾ അല്ലാതെ ബാക്കിയുള്ളവരാരും അങ്ങനെയല്ല. നമ്മളെപ്പോലെ തന്നെ വീട്ടിൽ ജനിച്ചവരല്ലേ അവരും. കോടതി പോയെന്ന് കാരണം കണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കത്തില്ല. അതങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ആ നിലവാരത്തിലുണ്ടായിരുന്ന
അല്ല, അപ്പോൾ നമുക്ക് വരുന്ന കാലങ്ങളിലേക്ക് ഒരു ശുഭപ്രതീക്ഷ വെക്കാൻ കഴിയുമോ? ശുഭപ്രതീക്ഷയല്ല, പ്രവർത്തിക്കുക വേണ്ടതല്ല. ശുഭപ്രതീക്ഷ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ശ്വാസം അടുത്ത മിനിറ്റിൽ മരിക്കുമെന്ന് അറിഞ്ഞിട്ട് എടുക്കാതിരിക്കുന്നുണ്ടോ? മരിച്ചു പോകുന്നറിഞ്ഞൂടെ? അത് കാരണം കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിച്ചത്. മരിച്ചു പോകുമെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് ശ്വാസം എടുക്കേണ്ടെന്ന് ആരും തീരുമാനിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, ശുഭപ്രതീക്ഷയോടെ ജീവിക്കാൻ പറ്റും. നമ്മളെന്തായാലും മരിക്കുന്നവരെ ജീവിക്കും, അതുകൊണ്ട് ശ്വാസം എടുക്കും, ഭക്ഷണം കഴിക്കും, എല്ലാം നമ്മൾ ചെയ്യും. അതുകൊണ്ട് ശുഭപ്രതീക്ഷയില്ലാതെ ഒരാൾ ജീവിക്കുന്നില്ല, അല്ലെങ്കിൽ അപ്പോൾ തന്നെ മരിക്കും. ശുഭപ്രതീക്ഷ ഇല്ലാത്തവരെല്ലാം ആത്മഹത്യ ചെയ്യുകയോ മരിക്കുകയോ എല്ലാം ചെയ്യും. ഇതിപ്പോൾ അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഇരുന്ന് കാര്യം പറയുന്നതുകൊണ്ട് നല്ല ശുഭപ്രതീക്ഷയുണ്ട്, അതുകൊണ്ടല്ലേ ഇവിടെ വന്നിരുന്ന കാര്യം പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ കണ്ടാൽ മതി. അല്ല, ശുഭപ്രതീക്ഷ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും കൂടെ ചേർന്നിട്ടാണ് അതങ്ങനെ വരുന്നത്. അല്ലാതെ ഭരണകൂടങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ശാസ്ത്രീയമായി മുന്നേറുമ്പോൾ അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും ഒരു ആദ്യം നമ്മൾ റോക്കറ്റ് വിടുമ്പോഴൊന്നും നമ്മൾ സമയവും നക്ഷത്രവും നോക്കിയിട്ടൊന്നും വിട്ടിരുന്നില്ല. പക്ഷേ അല്ല, അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അത് പറയുന്നതുകൊണ്ട് എന്താ പ്രയോജനം? മതവിശ്വാസങ്ങളെ ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികളുണ്ടാവുകയും ആ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കാര്യമല്ലേ, അതിനൊന്നും അത്ഭുതപ്പെടാണ്ട്. RSSകാർ ജയിച്ചിട്ട് RSSകാരെ പോലെ പെരുമാറുമ്പോൾ മര്യാദകേടാന്ന് പറയാമോ? അങ്ങനെ പറഞ്ഞുകൂടാ. അത് നമ്മളങ്ങനെ മനസ്സിലാക്കണം. അല്ലാതെ അത് RSSകാരുടെ ഒരു കുഴപ്പമാണോ? അവർ ഭരണഘടന വേണ്ടാന്ന് അറിയുന്നവർ തന്നെയല്ലേ. എലക്ട് ചെയ്താരാ? നമ്മളല്ലേ. അപ്പോൾ നമ്മൾ അവരാൽ സ്വാധീനിക്കപ്പെട്ട് എലക്ട് ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് അവരതെല്ലാം ചെയ്യും. അവർ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുകയാണ്. മുസ്ലിം ലീഗ് ജയിച്ചിട്ട് അവിടെ എന്താണ് സ്ത്രീകളുടെ സമ്മേളനം നടത്തുമ്പോൾ അവിടെ പെണ്ണുങ്ങളിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാവോ? സ്ത്രീ സമ്മേളനം നടത്തുന്നിടത്ത് ഒരു സ്ത്രീയും കാണത്തില്ല, പുരുഷന്മാരെ കാണത്തുള്ളൂ. അതിപ്പോൾ ട്രംപിൻ്റെ അവിടെ സ്ത്രീ സമ്മേളനം അവിടെ നടത്തിയിട്ട് പുരുഷന്മാർ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അത് ഈ മുസ്ലിം ലീഗിന് ബന്ധപ്പെട്ടൊന്നുമല്ല, ട്രംപിന് ബാധകമാണത്. ഒറ്റ സ്ത്രീ ഇല്ലായിരുന്നു. സ്ത്രീകളുടെ ഹെൽത്ത് ഇഷ്യൂവിനെ പറ്റി അമേരിക്കയിലെ പ്രസിഡന്റ് സംഘടിപ്പിച്ച ഇതിന് വേദിയിൽ ഒരൊറ്റ സ്ത്രീയില്ല. കാരണം അവിടെ ക്രിസ്ത്യാനിയാണത്, ഒരു ക്രിസ്ത്യാനിയുടെ ഗ്രൂപ്പാണത്. അവിടെ പുരുഷന്മാരുടെ ആത്മീയത മാത്രമുള്ളതാണ് ക്രിസ്ത്യൻ ഗ്രൂപ്പ്. അവരുടെ എന്താണ് തൃത്വത്തിനകത്ത് പെണ്ണുങ്ങളുണ്ടോ? അച്ഛനും മോനും ഉണ്ട്, അമ്മ വേണ്ട. അപ്പോൾ നല്ല ക്രിസ്ത്യാനിയായാൽ പുറത്ത് നിൽക്കും. പിന്നെ പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു ആർക്ക് പറഞ്ഞുകൂടാ അതൊരു സാധനം അവിടെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് അത് ഒപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്രിസ്ത്യാനിയായിരിക്കുക എന്ന് പറഞ്ഞാൽ ആ അർത്ഥമാണ്. RSS ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ആ അർത്ഥമാണ്. ഹിന്ദുത്വക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കൂട്ടത്തില്ല, അതിനെന്താ എത്ര സംശയം? പിന്നെ അവരങ്ങനെ പെരുമാറി ആന കുത്തി എന്ന് പറഞ്ഞാൽ അത് തീരെ ശരിയായില്ല, ആനയ്ക്ക് മര്യാദ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ പരാജയമാണത്. ഞാനും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ആ മോദിയും പ്രവർത്തിച്ച് അയാൾ വിജയിച്ച് ഞാനിവിടെ ഇരുന്ന് നിങ്ങളുടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അർത്ഥം. തോറ്റുപോയവർ തന്നെയാണെന്ന് മനസ്സിലാക്കണം, അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ അല്ലാതെ അവർ അവർ അങ്ങനെ നന്നാകത്തില്ല, അങ്ങനെയല്ല നന്നാകുന്നത്. നമ്മളെല്ലാവരും കൂടെ അത് അവിടെയാണ് ഞാൻ നാരായണ ഗുരുവിനെ വിടുന്ന ഒരു സ്ഥലമാണ് അത്. മതഭേദായാലും വേണ്ടില്ല, നീയൊക്കെ നന്നാകണം എന്ന് പറയുന്ന ഒരു വരിയില്ലേ, അത് തലേ കൈയും വെച്ച് പറയുന്ന വരിയ. എന്തെങ്കിലും ആയില്ല, നീയൊക്കെ നന്നായാൽ മതി. കാരണം ഇത് സംഭവം നടക്കുന്നില്ല, അത് കാരണം കൊണ്ട് പറഞ്ഞു പോയതാ. അവസാനം പറയുന്ന ഒരു വരിയത് മതഭേദായാലും വേണ്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു രക്ഷയില്ല. കാരണം അമ്പലമൊക്കെ ഉണ്ടാക്കി എന്താണ് ഗ്ലാസ് വെച്ച് എന്താണ് ദർപ്പണമൊക്കെ വെച്ച് നീ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്നും നടക്കുന്നില്ല. അപ്പോഴാണ് അതൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് മതം ഉണ്ടായത് മനുഷ്യരെ നന്നാക്കാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. അത് ഞാൻ നാരായണഗുരുവായിട്ട് പിരിയുന്ന സ്ഥലം. മതം ഉണ്ടായത് മനുഷ്യരെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടായതാണ്, അല്ലാതെ അല്ല. അത് നമ്മൾ അറിയണം, അതല്ലാതെ നന്നാക്കാനൊക്കത്തില്ല. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥാപനങ്ങൾ എല്ലാം നന്നാക്കി ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മളങ്ങനെ മനസ്സിലാക്കണം. നല്ല ഭരണമില്ല, അതാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരുന്ന് പറയുന്നതിന് കേന്ദ്രമായിട്ടുള്ള സ്ഥലം അതാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് പോൾസന് അതിങ്ങനെ പറഞ്ഞു, ആധിപത്യം അതിനകത്ത് വേണ്ട
അതുകൊണ്ട് നമുക്ക് ജനകീയം എന്നുള്ള തരത്തിൽ പറയണം, അല്ലെങ്കിൽ ജനായത്തം. ഈ നമുക്ക് അതേ ആധിപത്യം വേണം. ഇപ്പോൾ കാർൽ മാർക്സിൻ്റെ ഇതിനകത്തും തൊഴിലാളി വർഗ സർവാധിപത്യത്തിനെ പറ്റി സംസാരിക്കുന്നിടത്ത് ആധിപത്യം എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റ്